ഇപ്പോൾ താഴെ കൂടുതൽ ഫയർ യൂണിറ്റുകൾ എത്തുന്നുണ്ട് എന്ന് തോന്നുന്നു. നമുക്ക് ഷഹദിനോട് ചോദിക്കാം. ഷഹദ്, ഇപ്പോൾ പുതിയ യൂണിറ്റുകൾ എത്തിയിട്ടുണ്ട്. നേരത്തെ കളക്ടർ പറഞ്ഞതുപോലെ ഒരു റൊട്ടേഷൻ വ്യവസ്ഥയിലാണ് ഈ ഫയർ എഞ്ചിനുകൾ വർക്ക് ചെയ്യുന്നത്. കാരണം വെള്ളം നിറയ്ക്കേണ്ടതുണ്ട്, വെള്ളത്തിന് വെള്ളം ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷേ ഒരു യൂണിറ്റ് എത്തി, അതിൽ കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത യൂണിറ്റ് എത്തുമ്പോഴത്തേക്കും മറ്റു യൂണിറ്റിൽ വെള്ളം നിറയ്ക്കുക, ഈ രീതിയിൽ ഒരു റൊട്ടേഷൻ വ്യവസ്ഥയിലായിരിക്കും ഈ നടപടികൾ ഉണ്ടാവുക എന്ന് നേരത്തെ കളക്ടർ തന്നെ സൂചിപ്പിച്ചാണ്. ഇപ്പോൾ അവിടെ കൂടുതൽ ആളുകളുണ്ട്, അവരെ മാറ്റുന്നു ദൃശ്യങ്ങളിൽ കണ്ടു. എന്താണ് സംഭവിച്ചത് അവിടെ? പ്രജൻ, അതായത് ഇവിടെ ഫയർ യൂണിറ്റുകൾ ജില്ലക്കകത്തുള്ളതും ജില്ലയ്ക്ക് പുറത്തുള്ളതുമായിട്ടുള്ള ഫയർ യൂണിറ്റുകൾ പരമാവധി ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. കൂടാതെ കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്ന് അത്യാധുനിക സംവിധാനത്തോട് കൂടിയിട്ടുള്ള ഫയർ യൂണിറ്റും ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷേ നിലവിലെ ഇവിടുത്തെ പ്രതിസന്ധി ഫയർ യൂണിറ്റുകൾ ഇല്ലാത്തതോ അല്ലെങ്കിൽ ഇവിടെ ഉദ്യോഗസ്ഥർ കനിഞ്ഞു ശ്രമിക്കാത്തതോ അല്ല, മറിച്ച് തീ, അതായത് നമ്മൾ ചിന്തിക്കുന്നതിനും കാണുന്നതിനും നമ്മുടെ ക്യാമറ ലെൻസിന് അപ്പുറത്തുമാണ് ഇവിടുത്തെ സ്ഥിതി എന്നുള്ളതാണ്. ഈ തീപിടുത്തമുണ്ടായ 4:50 തീപിടുത്തമുണ്ടായ സാഹചര്യം എന്താണോ അതിൻ്റെ 10 മടങ്ങാണ് നിലവിലെ സാഹചര്യം. സ്ഥിതി വളരെ ഗുരുതരമാണ് എന്നുള്ളതാണ്. കാരണം തീ ഒരു രീതിയിലും കെടുത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ പ്രതിസന്ധി എന്ന് പറയുന്നത് ഇപ്പോൾ ചെറിയ രീതിയിലുള്ള ചാറ്റൽ മഴ കൂടി വന്നു തുടങ്ങുന്നുണ്ട്. ഒരുപക്ഷെ മഴ കൂടി വന്നു കഴിഞ്ഞാൽ പുക കൂടുതലായിട്ട് ആളിപ്പടരും എന്നുള്ളതും ഒരു ചെറിയ പ്രതിസന്ധിയാണ്. അതിനിടയിലാണ് പ്രജിൻ ഇടക്കൊന്ന് സൂചിപ്പിച്ച കാര്യം, അതായത് ഒരാൾ ഈ തീപിടുത്തം നടന്ന ഇടത്തേക്ക് ഓടി പോകാനുള്ള ശ്രമം നടത്തി. പിന്നീട് ഫയർഫോഴ്സും അതുപോലെ തന്നെ പോലീസും അയാളെ പിടിച്ച് മറ്റൊരു ഭാഗത്തേക്ക് മാറ്റുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്താണ് പെട്ടെന്ന് അത്തരത്തിലൊരു പ്രകോപനം ഉണ്ടാകാൻ കാരണം എന്നത് സംബന്ധിച്ച് നമുക്ക് വ്യക്തതയില്ല. നിലവിലെ സാഹചര്യത്തിൽ ആരോപണ പ്രത്യാരോപണങ്ങൾക്കല്ല ഇപ്പോൾ ഇവിടെ പ്രസക്തി എന്നുള്ളതാണ്. കാരണം ഈ കോഴിക്കോട് നഗരത്തെ പൂർണ്ണമായിട്ടും വിഴുങ്ങിയിരിക്കുന്നു എന്ന് വേണം നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ പറയാൻ. അതുകൊണ്ട് വീഴ്ചയും മറ്റു സംഭവങ്ങളും ഒക്കെ തന്നെ ഒരുപക്ഷെ ഈ തീപിടുത്തം കഴിഞ്ഞതിന് ശേഷം നമുക്ക് പരിശോധിക്കാം എന്നുള്ളതാണ് മാതൃകാപരമായിട്ടുള്ള ഒരു പ്രവർത്തനം. ഇപ്പോൾ നമുക്ക് കിട്ടുന്ന ദൃശ്യങ്ങളെന്ന് എനിക്ക് തോന്നുന്നു തീ അല്പം ഒന്ന് അതിന്റെ തോത്, ആ തീയുടെ തോത് കുറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. അവിടുത്തെ തത്സമയ ദൃശ്യങ്ങൾ നമുക്ക് അറിയില്ല. അവിടുന്ന് അത് ഷഹദിന് മാത്രമേ പറയാൻ കഴിയുള്ളൂ. കാരണം നേരിട്ട് കാണുന്നത് എന്താണെന്ന് നമുക്ക് കൃത്യമായി ക്യാമറയിൽ വ്യക്തമാവില്ലല്ലോ. ഇപ്പോൾ കാണുന്ന ഭാഗത്ത് നേരത്തെ ഉണ്ടായ അത്രയും തീ കാണുന്നില്ല. അപ്പോൾ ഏതാണ്ട് അതൊരു നിയന്ത്രണ വിധേയമാകുന്നുണ്ടോ നിലവിൽ? അങ്ങനെ ഒരിക്കലും നമുക്ക് പറയാൻ സാധിക്കില്ല പ്രജിൻ. കാരണം തീ നിയന്ത്രണ വിധേയമല്ല. തീ നേരത്തെ ഉണ്ടതിനേക്കാൾ കൂടുതൽ ആളിക്കത്തുകയാണ്. പ്രജിൻ, ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നതിന് ഇതിന്റെ പുറത്ത് ഭാഗത്ത് ഇപ്പോൾ തീ അണച്ചു എന്നുള്ളതാണ്. ഈ പുറത്ത് ഭാഗത്ത്, അതായത് പുറത്തേക്ക് തീ എടുത്തത് ഇപ്പോൾ ചെറിയ രീതിയിൽ അടച്ചിട്ടുണ്ട്. പക്ഷേ തീ ഉള്ളിൽ അത് വലിയ രീതിയിൽ ആളിക്കത്തുന്നുണ്ട്. നമുക്ക് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാമെന്ന് വിചാരിക്കുന്നു. തീ ഇതിന് ഉള്ളിൽ വലിയ രീതിയിൽ ആളിപ്പടരുന്നുണ്ട്. അതിനിടയിൽ AC അതുപോലെ തന്നെ മറ്റ് ഇലക്ട്രിക് ഉപകരണങ്ങൾ പൊട്ടിത്തെറിക്കുന്ന ശബ്ദവും നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കും. ഇടയ്ക്ക് ചെറിയ രീതിയിലെങ്കിലും ചെറിയ ചാറ്റൽ മഴയും ഇവിടെ വന്നു പോകുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ ഉൾക്കൊള്ളുന്നതാണ്. അപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ പെട്ടെന്ന് തീ അണയ്ക്കുക എന്നുള്ളത് പ്രായോഗികമായിട്ടുള്ള ഒരു കാര്യമല്ല. അത്തരത്തിൽ ഫയർഫോഴ്സിന്, അതായത് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർക്ക്, വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർക്ക് പോലും ഇതുവരെ ഈ കെട്ടിടത്തിനകത്തേക്ക് കയറാൻ, അതായത് ഏകദേശം 3 മണിക്കൂറിലധികമാകുന്നു ഇപ്പോൾ ഈ സംഭവം നടന്നിട്ട്, ഇതുവരെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർക്ക് ഈ കെട്ടിടത്തിനകത്തേക്ക് കയറി ചെല്ലാൻ സാധിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ അത്രത്തോളം ഗുരുതരമാണ് ഇവിടുത്തെ പ്രതിസന്ധി എന്നുള്ളതാണ്. നിലവിലെ ജില്ലയിലെ മുഴുവൻ ജനപ്രതിനിധികൾ, അതുപോലെ തന്നെ പോലീസ് സേന, ഫയർഫോഴ്സ്, സന്നദ്ധ സംഘടനകളൊക്കെ തന്നെ ഈ കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡ് സമീപത്തുള്ള ഈ കെട്ടിടത്തിൽ എത്തിയിട്ടുണ്ട്. പക്ഷേ അതായത് മനുഷ്യ സഹജമായിട്ടുള്ള എല്ലാ പ്രവർത്തികളും ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണാമെന്ന് വിചാരിക്കുന്നു. നേരത്തെ പ്രജിൻ പറഞ്ഞ, അതായത് തീ കെട്ടു അല്ലെങ്കിൽ തീ അണഞ്ഞു എന്ന് പറഞ്ഞ ആ ഭാഗത്ത് വീണ്ടും തീ ആളിപ്പടരുന്ന കാഴ്ച സമീപമായി തന്നെ, അതായത് നമ്മൾ നിൽക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലും സമാനമായ രീതിയിൽ തന്നെ വലിയ രീതിയിൽ തീ ആളിപ്പടരുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഫയർഫോഴ്സ് ഇടയ്ക്കിടെ ഇത്തരത്തിൽ ജലം തീരുന്ന ഘട്ടത്തിൽ ജലം നിറയ്ക്കാൻ വേണ്ടി മാനാഞ്ചിറ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളെ ആശ്രയിക്കുന്നുണ്ട്. അതിനുവേണ്ടി ഗതാഗതം പൂർണ്ണമായിട്ടും നിയന്ത്രിച്ചിട്ടുണ്ട്. നിലവിൽ സ്വകാര്യ ബസ്സുകളും KSRTC ബസ്സുകളും KSRTC ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിന്, അതായത് പ്രധാനപ്പെട്ട KSRTC ടെർമിനൽ വരെയാണ് ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത്. ബാക്കി മുഴുവനായിട്ടും, അതായത് പുതിയ ബസ് സ്റ്റാൻഡിലേക്ക് പ്രവേശിക്കുന്ന ഭാഗം പൂർണ്ണമായിട്ടും ഗതാഗതം നിയന്ത്രിച്ചിട്ടുണ്ട്. അതായത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഭാഗത്തേക്കോ നിലവിൽ ഈ പുതിയ ബസ് സ്റ്റാൻഡ് വഴി പോകാൻ സാധിക്കില്ല. മറിച്ച് നഗരം ചുറ്റി, അതായത് പൊറ്റമ്മൽ അല്ലെങ്കിൽ കുതിരവട്ടം ഭാഗങ്ങളിലൂടെ മാത്രമേ നിലവിലെ സാഹചര്യത്തിൽ പോകാൻ സാധിക്കുകയുള്ളൂ. ഷഹദ്, നിലവിലെ സാഹചര്യം എങ്ങനെയാണ്? അതായത് തീ തുടങ്ങിയ സമയത്തുള്ളത് പോലെ തന്നെയാണോ, അതോ അല്പമെങ്കിലും തീ അണയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ, അതല്ല അത് കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കുകയാണോ? എന്താണ് അവിടെ നിന്ന് നേരിട്ട് കാണുമ്പോൾ മനസ്സിലാകുന്നത്?
ഗോപി, നിലവിലെ സാഹചര്യത്തിൽ തുടങ്ങുന്ന സമയത്ത് ചെറിയ തീ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. തീ അതായത് ഒരു ഭാഗത്ത് മാത്രം, ഈ കെട്ടിടത്തിന്റെ ഒരു ഭാഗത്ത് മാത്രമായിരുന്നു തീ ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ അതങ്ങനെയല്ല സ്ഥിതിഗതികൾ. ഇപ്പോൾ ഈ കെട്ടിടം പൂർണ്ണമായിട്ടും ഈ തീ വിഴുങ്ങിയിരിക്കുന്നു എന്ന് വേണം നമുക്ക് പറയാൻ. ഒരു ഭാഗത്ത് ആളി കത്തുകയാണ്. അതായത് ഈ 5 നില കെട്ടിടത്തിന്റെ സമീപത്തുള്ള ഭാഗത്ത് തീ ആളി കത്തുകയാണ്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ അത് കാണാൻ സാധിക്കും എന്ന് വിചാരിക്കുന്നു. തീ ആളി കത്തുകയാണ്. മറ്റൊരു ഭാഗത്ത് ഇതിന്റെ കെട്ടിടത്തിനകത്ത് തീ അണയ്ക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ ഫയർഫോഴ്സ് നടത്തുന്നത്. കാരണം ആ ഭാഗത്തു നിന്നാണ് ഇലക്ട്രിക് ഉപകരണങ്ങൾ പൊട്ടിത്തെറിക്കുന്നതായിട്ട് കാണുന്നത്. നിലവിലൊരു ആശ്വാസം എന്ന് പറയുന്നത് ഈ തീ പൂർണ്ണമായിട്ടും താഴത്തെ നിലയിലേക്ക്, അതായത് ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ്. ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് തീ എത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ സ്ഥിതി വളരെ ഭീകരമായിരിക്കും. കാരണം താഴത്തെ നിലയിലുള്ളത് ലോട്ടറി കടകൾ, അതുപോലെ തന്നെ ചെരുപ്പ് കടകൾ, മെഡിക്കൽ ഷോപ്പുകൾ, മൊബൈൽ ഷോപ്പുകൾ ഉൾപ്പെടെയുള്ള മെഡിക്കൽ ഷോപ്പിലേക്കൊക്കെ തീ പടർന്നു പിടിച്ചിട്ടുണ്ടെന്ന് കേൾക്കുന്നു. അതൊക്കെ ഉറപ്പിച്ചിട്ടുണ്ടോ? അതെല്ലാം കൂടുതൽ അപകട സാധ്യത ഉള്ളതാണല്ലോ. മെഡിക്കൽ സ്റ്റോറിലേക്ക് തീ ആളിപ്പടരുന്നുണ്ടെങ്കിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ? അതായത് മെഡിക്കൽ ഷോപ്പിന്റെ ഒരു ഭാഗം പൂർണ്ണമായിട്ടും കത്തിയിട്ടുണ്ട്. അതായത് നേരെ പുതിയ ബസ് സ്റ്റാൻഡിന്റെ നേരെ റോഡ് സൈഡിലുള്ള ഭാഗം പൂർണ്ണമായിട്ടും കത്തിയിട്ടുണ്ട്. അല്പസമയം മുമ്പ് വലിയ രീതിയിൽ തീ ആളി പടർന്നിട്ടുണ്ടായിരുന്നത് ഈ മെഡിക്കൽ ഷോപ്പിന്റെ ഫ്ലെക്സ് ബോർഡാണ്. ഒപ്പം തന്നെ മെഡിക്കൽ ഷോപ്പിന്റെ AC പൂർണ്ണമായിട്ടും കത്തി പൊട്ടിത്തെറിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരമനുസരിച്ച്, ഇത് പ്രാഥമികമാണ്, ഈ സംഭവം നടക്കുന്ന ഘട്ടത്തിൽ നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരം എന്ന് പറയുന്നത് മെഡിക്കൽ ഷോപ്പിൽ നിന്നാണ് ഇത്തരത്തിൽ തീ ആദ്യഘട്ടത്തിൽ ഉയർന്നത് എന്നുള്ളതാണ്. ഷോർട്ട് സർക്യൂട്ട് ആണ് എന്നുള്ളത് ആവർത്തിച്ച് പറയുന്നു. ഇത് പ്രാഥമികമാണ് എന്നുള്ള കാര്യം. പക്ഷേ എന്നിട്ട് മറ്റു കടകളിലേക്ക് അല്ലെങ്കിൽ മറ്റിടങ്ങളിലേക്ക് തീ ആളി പടരുകയായിരുന്നു. നമുക്ക് അതൊന്നുകൂടി കാണാം. അതായത് ആ സമയത്ത് എന്തായിരുന്നു സാഹചര്യം, ഇപ്പോഴത്തെ സാഹചര്യം എന്താണെന്ന് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. തീപിടുത്തം ഉണ്ടായ സമയത്ത്, അതായത് 4:50 കൂടി ഈ വാർത്ത വരുന്നു. ആ സമയത്ത് എന്താണ് സംഭവിച്ചതെന്ന് വ്യക്തമാക്കുന്ന ദൃശ്യവും ഇപ്പോഴത്തെ സാഹചര്യവും നമുക്ക് ഈ സ്ക്രീനിൽ ഇപ്പോൾ കാണാം. നേരത്തെ വൈകുന്നേരം എന്തായിരുന്നു, ഏത് രീതിയിലാണ് തീപിടുത്തം ഉണ്ടായത്, അത് ഏത് ഭാഗത്താണ്, കെട്ടിടത്തിന്റെ ഏത് ഭാഗത്താണ് തുടങ്ങിയത്, പിന്നീട് അത് എങ്ങനെ പടർന്നു, അത് എത്രമാത്രം വലിയ തീപിടുത്തമായി മാറിയെന്ന് വ്യക്തമാവുന്ന ഈ ദൃശ്യങ്ങൾ അത് ഇപ്പോൾ പ്രേക്ഷകർക്ക് കാണാം. വലതു ഭാഗത്ത് കാണുന്നതാണ് വൈകുന്നേരം ഉണ്ടായ ആ തീപിടുത്തത്തിന്റെ തുടക്കം. അത് ഇങ്ങനെ തുടങ്ങി പിന്നീട് മറ്റിടങ്ങളിലേക്ക് വ്യാപിക്കുകയായിരുന്നു. ഇപ്പോഴും അതേ രീതിയിൽ ചിലയിടങ്ങളിൽ അതേപോലെ തീ കാണാം. അത്രമാത്രം ശക്തമായ രീതിയിൽ അത് കത്തി അമരുന്നു ആ കെട്ടിടം. അതാണ് സ്ഥിതി. ഇനി മറ്റിടങ്ങളിലേക്ക് അത് പടരാതിരിക്കാനുള്ള നടപടികളാണ് ഇപ്പോൾ അധികൃതരുടെ ഭാഗത്ത് ഉണ്ടാകുന്നുണ്ട്. ഒപ്പം ഈ തീയുടെ രീതി, അത് കത്തുന്ന രീതി പോലും മാറിയിട്ടുണ്ട്. നേരത്തെ തുണിത്തരങ്ങളാണ് ആദ്യം തീ പിടിച്ച് തുടങ്ങിയതെങ്കിൽ പിന്നീട് ഇപ്പോൾ അത് ഒരു വാതകത്തിന് തീ പിടിച്ചതുപോലെ തോന്നുന്ന രീതിയിലാണ് തീയുടെ രീതി. അങ്ങനെയെങ്കിൽ അതിനകത്ത് ഗ്യാസ് സിലിണ്ടറിൽ ഉണ്ടായിട്ടുണ്ടോ, അതിൽ നിന്ന് ലീക്കായ വാതകമാണോ കത്തുന്നതെന്നൊക്കെയുള്ള ചോദ്യങ്ങളുണ്ട്. ഒപ്പം AC പൊട്ടിത്തെറിച്ചു അല്പസമയം മുൻപ്, അതിൽ നിന്നും വാതക ചോർച്ച ഉണ്ടായിട്ടുണ്ട്. അത് കൂടുതൽ തീപിടുത്തത്തിന് ഇടയാക്കിയിട്ടുണ്ട് എന്നൊക്കെയുള്ള വിവരങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് അടുത്ത നടപടി മറ്റിടങ്ങളിലേക്ക് പടരാതെ ഈ തീ നിയന്ത്രണ വിധേയമാക്കുക എന്നുള്ളതാണ്. അതിനായി കൂടുതൽ ഫയർ ഫോഴ്സ് യൂണിറ്റുകൾ ഇവിടത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. രാഹുൽ സുരേഷ് തുടരുന്നുണ്ട്. രാഹുൽ ഇപ്പോൾ നിൽക്കുന്നത്, രാഹുലും ഒപ്പം കൂടെയുള്ള ക്യാമറ ടീമും ഇപ്പോൾ നിൽക്കുന്നത് കുറച്ചുകൂടി ഉയരമുള്ള ഒരു പ്രദേശത്താണ്, ഓപ്പോസിറ്റുള്ള ബിൽഡിങ്ങിലാണെന്ന് മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ എന്താണ് ബസ് സ്റ്റാൻഡിൽ നടക്കുന്ന തീപിടുത്തം, അതിൻ്റെ കൃത്യമായ ചിത്രം ഒരുപക്ഷെ അവിടെ നിന്ന് നൽകാൻ കഴിയും. അവിടെ നിന്ന് നോക്കുമ്പോൾ കാണുന്നത് എന്താണ്? ആ ഒരു ഭാഗത്തുള്ള മുഴുവൻ കെട്ടിടത്തിലെയും തീ പൂർണ്ണമായും വിഴുങ്ങിക്കഴിഞ്ഞിട്ടുണ്ടോ? ഒപ്പം തന്നെ മറ്റിടങ്ങളിലേക്ക് പടരാനുള്ള സാധ്യത അത് എത്രമാത്രമുണ്ട് അവിടെ നിന്ന് നോക്കുമ്പോൾ? പ്രജിൻ, രാജേഷ് വെള്ളരിക്കുണ്ടിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ ഈ അകലെ നിന്നും കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നിന്നും മനസ്സിലാവുന്ന അനുസരിച്ച് ഇപ്പോഴും ആശങ്കയായി നിലനിൽക്കുന്നത് 5 നില കെട്ടിടത്തിൻ്റെ സമീപം വീണ്ടും തീ ആളി കത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ ദൃശ്യങ്ങളിൽ അത് വ്യക്തമാണ്. തൊട്ടപ്പുറത്ത് കാണുന്നതാണ് 5 നില കെട്ടിടം. ആ കെട്ടിടത്തിന് തൊട്ടടുത്ത് തന്നെയാണ് ഇപ്പോൾ വീണ്ടും പുറത്തേക്ക് തീ ആളിക്കൊണ്ടിരിക്കുന്നത്. ഈ ഭാഗത്ത് കുറച്ചു മുമ്പ് തീ അണച്ചതാണ്. പക്ഷേ ആ അണച്ച ഭാഗത്ത് ഇപ്പോൾ തീ വീണ്ടും ആളി കത്തിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് ആശങ്ക ഇപ്പോഴും പറയുവാനുള്ളത്. ചുരുക്കി പറഞ്ഞാൽ ഒരു ഭാഗത്തു നിന്നും നമ്മൾ തീ കെടുത്തിപ്പോകുന്നു. തീ ഒരു ഭാഗത്ത് ആദ്യം ആളി കത്തുന്നു, അതിനുശേഷം അത് കെടുത്തുന്നു. അപ്പുറത്തേക്ക് എത്തുമ്പോഴും വീണ്ടും ആദ്യ ഭാഗത്ത് തീ കത്തുന്നതാണ് സാഹചര്യം. അങ്ങനെ മാറി മാറി തീ കെടുത്തുന്ന ഒരു സാഹചര്യങ്ങളിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോഴും വലിയ രീതിയിലുള്ള പുകയും പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് പ്രജിൻ.